അറിവ് ആയിട്ടില്ല. അപ്പോൾ മത്സരങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയത്താവും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുക. എന്തായാലും നമ്മളും ഇപ്പോൾ ഇവിടെ പൂർണ്ണ സജ്ജരാണ്. പ്രേക്ഷകരിലേക്ക് ഈ കലോത്സവത്തിന്റെ മുഴുവൻ വിശേഷങ്ങളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ കേരള വിഷൻ ടീം പൂർണ്ണ സജ്ജമായി തന്നെയുണ്ട്. രണ്ടുപേര് മഞ്ഞയൊക്കെ ഇട്ട് ഭയങ്കര കളർഫുള്ളായിട്ട് കോമ്പിനേഷനിൽ പറഞ്ഞിട്ടതാണ്. അത് പ്രത്യേക പൊരുത്തമാണ്, ഞങ്ങളുടെ മനസ്സിന്റെ പൊരുത്തമാണ്, കലോത്സവത്തിലെ ഐക്യം. സത്യം പറഞ്ഞിട്ടല്ല എബി അത് നമ്മള് കലോത്സവം തുടങ്ങിയിട്ടുള്ളൂ. ഈ പൊരുത്തം ഇനിയും എല്ലാ ദിവസങ്ങളും ഒന്ന് നിലനിർത്തി പോകാനും കൂടി അവരോട് പറയണേ. തീർച്ചയായും ഈ കലോത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പൊരുത്തം എല്ലാ ദിവസവും തുടർന്ന് പോരണമെന്ന് അത് നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. പൊരുത്തത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് കണ്ടുപോകും. ഇവിടെ നല്ല പൊരുത്തത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മുടെ മത്സരങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട മത്സരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ചിലപ്പോ പൊരുത്തത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളും വളരെ സജ്ജരാണ്. ഈ ഒരു ഇതിന്റെ വിശേഷങ്ങൾ പൂർണ്ണമായും തന്നെ എത്തിക്കുന്നത്. 24 വേദികളാണ്. ഇന്നിപ്പോൾ 23 വേദികൾ മാത്രമേ മത്സരമുള്ളൂ. പക്ഷേ 24 വേദികളിലേക്ക് മത്സരങ്ങൾ നാളെ തൊട്ട് എന്തായാലും എത്തും. അപ്പോൾ 24 വേദികളിലെ മത്സരങ്ങൾ നമുക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് നമ്മൾ. ഒരു കാര്യം, ഈ സൂര്യഗായത്രി എന്തോ ഒരു കറുത്ത ഡ്രസ്സിലൊക്കെ നിൽക്കുന്നത്, അവിടെ മുഖ്യമന്ത്രിയൊക്കെ എത്തുന്നുണ്ട്, അത് ശ്രദ്ധിച്ചു നിൽക്കാൻ പറഞ്ഞോ സൂര്യഗായത്രിയോട്? സൂര്യഗായത്രി ഈ കറുത്ത ഡ്രസ്സൊക്കെ അണിഞ്ഞു വന്നേക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് ലിബീഷ് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ടൊന്നല്ല. അല്ല, പൊതുവെ ഈ കറുപ്പ് നല്ല കാര്യത്തിനൊന്നും തുടങ്ങുമ്പോൾ ഇടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ നല്ല കാര്യം തുടങ്ങുമ്പോൾ കറുപ്പ് ഇട്ടുകൊണ്ടാണ് എന്റെ ശീലം. കറുപ്പ് ഇട്ട ആ ഒരു ആഘോഷത്തിനെ അതുപോലെ തന്നെ മാറ്റോടുകൂടി അവതരിപ്പിക്കുന്നതാണ് എന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇട്ടുകൊണ്ട് ഒന്നാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, അതായത് നമ്മള് സൂര്യഗായത്രി ഈ യാഥാസ്ഥിതിക മതിൽക്കെട്ടുകളൊക്കെ ലംഘിക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ ഇട്ടു വന്നതാണല്ലേ? അത് പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇത്. കാരണം കറുപ്പെന്ന് പറയുന്ന അത്തരത്തിൽ ഒരു സംഭവമല്ല എന്ന് കൂടി പറയണമല്ലോ. അപ്പൊ അതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു കാര്യം കൂടി ഈ കലോത്സവത്തിന്റെ വേള അല്ലെങ്കിൽ ഈ വേദി എന്ന് പറയുന്ന ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യം കൂടി ഉണ്ട് എന്നതുകൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത്തരം പല മത്സരങ്ങളിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് പ്രതിഭകളുടെ തിളക്കം നമ്മൾ മത്സര വേദികളിലൊക്കെ കഴിഞ്ഞ് കുറേ കലോത്സവങ്ങളിലായിട്ട് കാണുന്നതാണ്. ആ രീതിയിലുള്ള ചില സാമ്പ്രദായികമായ രീതികളൊക്കെ